ഈ മോദി എന്ന പേര് കേൾക്കുമ്പോൾ കേരളത്തിൽ ചിലർക്കെല്ലാം ചൊറിച്ചിലാണ്, വലിയ ചൊറിച്ചിൽ. അത് തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ മോദി അപമാനിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പുറത്താക്കിയിരിക്കുകയാണല്ലോ. ഈ ചില ചൊറിച്ചിലുകളെന്ന് പറയുന്നത് അത് ഒരു തരം ഗുണേറിയൊക്കെ ബാധിക്കുമ്പോഴുള്ള ഉഷ്ണപുണ്ണൊക്കെ ബാധിക്കുമ്പോഴുള്ള ചൊറിച്ചിൽ പോലെ ചൊറിച്ചിലാണ്, മാറുകയില്ല. അതുപോലെ ചിലർക്ക് ഉണ്ട്. ഇപ്പോൾ ഉദ്യോഗത്തിലുള്ളവർക്കും അല്ലാത്തവർക്കും ഉണ്ട്. മോദി എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര അവരുടെ ഹിന്ദു ഭോബിയയുടെ ഫോക്കസ് മുഴുവൻ മോദിയിലേക്ക് പോയി. മോദി വിജയകരമായിട്ട് ഭരണം നടത്തുന്നു, ഇന്ത്യയിലെ ലോകത്തെ 5-ാം നമ്പർ ശക്തിയാക്കി മാറ്റുന്നു, തിളക്കമുള്ള വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നു, സഹിക്കുന്നില്ല. പാകിസ്ഥാനെ ഇപ്പോൾ മുട്ടുകുത്തിച്ചു, ഇത് വരുമ്പോൾ കുറച്ചുകൂടെ അസൂയ വരും. അവൻ മുട്ടുകുത്തിച്ചു, അവനിങ്ങനെയൊന്നും പാടില്ല എന്നുള്ളൊരു ശത്രുത, ഹിന്ദു ഹോബിയായിട്ടുള്ള വികാരങ്ങളെല്ലാം അദ്ദേഹത്തിലേക്ക് അങ്ങ് ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ സൂര്യപ്രകാശത്തിന് നേരെ നമ്മളൊരു കോൺവെക്സ് മിറർ കുറിച്ച് കഴിഞ്ഞാൽ അതൊരു ഫോക്കസ് ഒരൊറ്റ പോയിന്റിലേക്ക് ആ സൂര്യപ്രകാശത്തെ മുഴുവൻ കിടത്തിയിട്ടു. ആ പോയിന്റ് ഇപ്പോൾ മോദിയാണ് എന്നുള്ളതാണ്. തിളക്കമാർന്ന വിജയം വരിക്കുമ്പോൾ അത് സഹിക്കാതിരിക്കുന്ന ചിലരുണ്ട്. ഇൻടോളറൻസ്, അതാണ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്, അസഹിഷ്ണുത എന്ന് പറയുന്നത്. അല്ല, ഹിന്ദുക്കൾക്കാർക്കും അസഹിഷ്ണുതയൊന്നുമില്ല, എന്നാൽ ചില ആൾക്കാർക്ക് ഇത് വളരെ കൂടുതലാണ്. വടക്കോട്ട് തോറും ഇതിൻ്റെ വ്യാപ്തം കൂടി വരും. വടക്കേറ്റത്ത് പോകുമ്പോൾ കുറയുമായിരിക്കും. അങ്ങനൊരു സ്വഭാവമുണ്ട്. അപ്പോൾ എന്തിനും ഏതിനും മോദിയെ അപമാനിച്ച് അദ്ദേഹത്തെ ഒരു നികൃഷ്ട ജീവിയെപ്പോലെ കണ്ട് അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെയും വിമർശിച്ച് ഒരു മോദി ഫോബിയ ആക്കി മാറ്റിയിട്ടുണ്ടത്. ഒരു മോദി എന്ത് പറയുമ്പോഴും അദ്ദേഹത്തെ കളിയാക്കുക. എന്നാലിപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യം കുറേ 2 ദിവസം കഴിയുമ്പോൾ നോക്കിക്കോളൂ. യുദ്ധത്തിൽ മോദി തോറ്റ്. ഇപ്പോൾ പാകിസ്ഥാൻ 7 പേരെ കൊന്നതുകൊണ്ട് 7 പേരെ. മോദിയെ വിമർശിക്കുമ്പോൾ കുറച്ച് സ്വീകാര്യത ലഭിക്കും, ആരാധകരുടെ എണ്ണം വർദ്ധിക്കും കേരളത്തിൽ. അതല്ല, മാധ്യമങ്ങൾ ഉൾപ്പെടെ നാം കാണുന്നുണ്ടല്ലോ. അല്ല, ഇതൊരു മൈൻഡ് സെറ്റാണെന്ന് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ അറിയാം. മോദി എന്ന് പറയുന്നത് അവർക്ക് വെറുപ്പാണ്. വെറുപ്പിൻ്റെ ഒരു തരം രാഷ്ട്രീയം അവരിൽ ഉൽപ്പാദിപ്പിച്ചിട്ട്. കാരണം പ്രീണിപ്പിക്കുന്നില്ല ആരെയും, അതാണ് കാര്യം. മറ്റ് ഭരണകൂടങ്ങളെല്ലാം ഇവരെ പ്രീണിപ്പിക്കുക എന്നുള്ളത് മുഖ്യ ലക്ഷ്യമായിട്ട് കരുതിയിരുന്നു. നെഹ്റു മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ അത് തന്നെയായിരുന്നു. അവർക്ക് പ്രത്യേകം രാഷ്ട്രീയം കൊടുത്തേക്കെന്ന് അവർ സമ്മതിച്ചതാണ്. മൗണ്ട് ബാറ്റനെ അവർ ഭരണം ഏൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ അത് പോകുമ്പോൾ അതൊരു മുസ്ലിങ്ങളെല്ലാം ഒരു രാഷ്ട്രമായിട്ടും ഹിന്ദുക്കളെല്ലാം പ്രത്യേക രാഷ്ട്രമായിട്ടും അങ്ങനെയായിരുന്നല്ലോ ന്യായമായിട്ടും ചെയ്യേണ്ടിരുന്നത്. മനുഷ്യനീതി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. നമ്മുടെ ടർക്കിയും ഗ്രീസും തമ്മിൽ വേർപിരിഞ്ഞത്. ടർക്കി മുസ്ലിങ്ങളുടെ രാജ്യമായി, ഗ്രീസ് ക്രിസ്ത്യാനികളുടെ രാഷ്ട്രം. ഒരു തമ്മിലൊരു പ്രശ്നവുമില്ല, കാശ്മീർ പോലൊരു തലവേദനയില്ല. ഇതിപ്പോൾ അവിടെ സ്വന്തം രാഷ്ട്രം കിട്ടിയിട്ടും അത് പോരാഞ്ഞ് വീണ്ടും യുദ്ധം ചെയ്തുകൊണ്ട് ഇന്ത്യക്കാർ ഇന്നസെൻസിനെ കൊല്ലുക. അതിന് ആ ഭീകരരെ കേന്ദ്രീകരിച്ച് അവരുടെ ടെററിസ്റ്റുകളെ ട്രെയിൻ ചെയ്യുന്നില്ലെന്നാണല്ലോ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഡേനിയൽ മോഡിൽ ഇവിടെങ്ങും ടെററിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, അത് ഇന്ത്യക്കാർ തന്നെ ചെയ്തതെന്ന് അതിൻ്റെ പടം സഹിതം കാണിച്ചുകൊണ്ട് അവിടെ ചെയ്ത നാശനഷ്ടങ്ങളാണിപ്പോൾ നമ്മുടെ പത്രസമ്മേളനം നടത്തി വിദേശകാര്യ സെക്രട്ടറി നമുക്ക് കാണിച്ചു തന്നത്. വിക്രം മേസ്ത്രി അതോടൊപ്പം 2 സൈനിക കമാൻഡർമാരും കൂടി കാണിച്ചു തന്നത്. കൃത്യമായിട്ട് പടങ്ങൾ ഈ ഉപഗ്രഹം കള്ളം പറയില്ലല്ലോ, ഉപഗ്രഹം കാണിച്ച ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് കാണിച്ചത്. ഒരു കള്ളവുമില്ല. അപ്പോൾ ഈ ഭീകര ക്യാമ്പുകൾ എവിടെയായിരുന്നു? പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിലല്ലെങ്കിൽ പിന്നെ ഇവിടെ നേപ്പാളിലായിരുന്നു, അല്ലെങ്കിൽ ചൈനയിലായിരുന്നു. പാകിസ്ഥാന് വെച്ച് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പണവും പരിശീലനവും ആഹാരവും എല്ലാം കൊടുത്ത് അവർ തീറ്റിപ്പോറ്റുകയായിരുന്നു ഭീകരന്മാരെയെല്ലാം. ഇവരാണ് ഈ ആക്രമണം നടത്തിയത്, ഇവരാണ് പരിശീലനം കൊടുത്തത്, ഇവരാണ് ഇത് നിയന്ത്രിച്ചത്. അവരെ ടാർഗറ്റ് ചെയ്തപ്പോൾ പാകിസ്ഥാൻ എന്തിനാണ് നമ്മുടെ അതിർത്തി വന്ന് വെടിവെക്കുന്നത്, ഷെല്ലിങ് നടത്തുന്നത്, ഇന്ത്യൻ പട്ടാളക്കാരെ കൊല്ലുന്നത്? എന്തിനാണ് കൊല്ലുന്നത്? അപ്പോൾ ഭീകരവാദികൾ അവരുടെ പ്രിയപ്പെട്ട ജനങ്ങളാണ്, ഹിന്ദുക്കളാണ് അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അവിടെയാണ് ഈ പ്രശ്നം. അപ്പോൾ ആ ഒരു സ്വഭാവമാണ് ഈ മനുഷ്യനും കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ കമ്മീഷണറായിട്ടുള്ള നല്ല മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം ചെയ്തു. പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് നീതിബോധം ഉള്ളതുകൊണ്ട് അത് ചെയ്തു. സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ അന്വേഷണം നടക്കും. ക്രൈം ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അന്വേഷണം നടന്നത്. ഇപ്പോൾ റിപ്പോർട്ട് വന്നാലും ശരി ഗവൺമെൻറ് മാധ്യമങ്ങൾ വഴിയാണല്ലേ മോദി, സോഷ്യൽ മീഡിയ വഴി ആഭ്യന്തര വകുപ്പിൻ്റെ നിലപാട് പോലും. അദ്ദേഹത്തിന് കേരളമായതുകൊണ്ടായിരിക്കും ഈ പോലീസുകാരന് ഇത്ര ധൈര്യം. ഇത് ഞങ്ങളുടെ നാടാണ്. കാരണം പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളെല്ലാം 2047 കൂടി തന്നെ ഇതൊരു ജിഹാദി സംസ്ഥാനമാക്കി മാറ്റാനുള്ള ശ്രമമല്ലേ? ഇപ്പോൾ നോക്കൂ, പിണറായി വിജയനെതിരെ ശക്തമായിട്ടുള്ള
വാർത്തകൾ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഷാജൻ സ്കറിയ അറസ്റ്റിലായിട്ടുള്ളത്. വേറൊരു മൂടുപടം അണിയിച്ചുകൊണ്ട് ഒരു കേസ് കൊണ്ടുവന്ന് അദ്ദേഹത്തെ കുടുക്കി. അപ്പോൾ പിന്നെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നപ്പോഴാണ് ഏഷ്യാനെറ്റിലെ എഡിറ്റർമാർക്കെതിരെ പോക്സോ കേസ് ചുമത്തിക്കൊണ്ടുവന്നത്. എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള ആൾക്കാരെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് കേരളത്തിൻ്റെ. അതുപോലെ തന്നെ ഈ പാകിസ്ഥാൻ പൗരന്മാരെയെല്ലാം 2 ദിവസത്തിനകം പുറത്താക്കണമെന്ന് പറഞ്ഞാൽ എത്ര പാകിസ്ഥാൻ പൗരന്മാർ ഇപ്പോഴും കേരളത്തിലുണ്ട്? മറ്റു സംസ്ഥാനങ്ങളെല്ലാം പുറത്താക്കി, കേരളം വെച്ച് പോറ്റിക്കൊണ്ടിരിക്കുകയാണ്, പോറ്റിക്കൊണ്ടിരിക്കുക. എന്താ അത് കാര്യം? പ്രക്ഷോഭം വരെ നടത്തിയിട്ടും ഇവിടെ ഏതാണ്ട് 100-ലധികം പാകിസ്ഥാൻകാരുണ്ടെന്നാണ് പറയുന്നത്. ആകെ പുറത്തു വിട്ടിട്ടുള്ളത് 30-32 പേര് മാത്രം. അപ്പോൾ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വേറിട്ട ഒരു സംസ്ഥാനം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യ ദേശീയ ബോധത്തിൻ്റെ പേരിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെല്ലാം BJP ഇതര സംസ്ഥാനങ്ങളും കഴിയുന്നത്ര പേരെ തിരിച്ചയച്ചു കഴിഞ്ഞുകൊണ്ട് സമയത്തിനുള്ളിൽ തന്നെ. അല്ല, എന്തായാലും ഈ മോദി അപമാനിച്ച ആ പോലീസുകാരൻ്റെ പോപ്പുലർ ഫണ്ട് ബന്ധം ഉൾപ്പെടെ അന്വേഷിക്കണമല്ലോ. NIA തന്നെ അന്വേഷിക്കണം. അല്ലാതെ ഈ അസിസ്റ്റൻറ്റ് കമ്മീഷണറൊന്നും. അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേര് ഹസൻ റാസി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ പ്രധാനമന്ത്രിയെ അപമാനിച്ചു എന്ന് കണ്ടപ്പോഴേ ഞാനത് ഊഹിച്ച കാര്യമാണ്. അപമാനിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു പൊളിറ്റിക്സ് ആയിട്ട് മാറിയിട്ടുണ്ട്, ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഏത് വേദിയിൽ നമ്മുടെ മീഡിയയിൽ തന്നെ ചർച്ചകളിൽ വരുമ്പോൾ കാണാമല്ലോ, അതിരൂക്ഷമായ ഭാഷയിൽ മോദിയെ അപമാനിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പോയിൻ്റുണ്ടോ? അതല്ല പറയുന്നത്. എന്തെങ്കിലും പോയി ഇദ്ദേഹം ഇന്ന അഴിമതി നടത്തി അല്ലെങ്കിൽ ഇന്ന തെറ്റ് ചെയ്തു എന്നല്ല, അദ്ദേഹത്തെ അങ്ങ് മോശമാക്കിക്കൊണ്ട് എന്തൊരു നാണക്കേടാണ് ഈ മനുഷ്യൻ. അങ്ങനെയും പോസ്റ്റ് ചെയ്യാൻ കണ്ടു. ഈ മനുഷ്യൻ ഇന്ത്യക്ക് എന്തൊരു നാണക്കേടാണ്. ലോകമെങ്ങും അഭിമാനമാണ്, ഇന്ത്യക്ക് അഭിമാനമാണ്. ഇന്ത്യക്കാരന് വിലയാണ്. ഇന്ത്യക്കാരനിപ്പോൾ മുസ്ലിം ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, വിദേശത്ത് പോകുമ്പോൾ ആ മോദി മൂലം നമുക്ക് കിട്ടുന്ന സ്വീകാര്യത ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. നമുക്ക് അത്രമാത്രം അന്തസ്സോടുകൂടി അവിടെ നടക്കാം. നമ്മളെ പണ്ട് വിമാനങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ വടിയും എടുത്തുകൊണ്ട് അടിക്കുമായിരുന്നു, അഭയാർത്ഥികളെ എന്ന പോലെ, ഭിക്ഷക്കാരെ എന്ന പോലെ. ഇന്നതില്ല. ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം മോദി തന്നെയാണ്. ഏത് മുസ്ലിം ആയാലും ആ അനുഭവം കിട്ടുന്നുണ്ട്, ആ അഭിമാനം കിട്ടുന്നുണ്ട്. അതിന് നിങ്ങൾ ബഹുമാനിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്. അത് ശരിയല്ല. ഏതെങ്കിലും ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഷെയ്ഖിനെ ഇങ്ങനെ അപമാനിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ജനാധിപത്യത്തിൻ്റെ വായു ശ്വസിക്കുന്നത് കൊണ്ട് ഇന്ത്യൻ മണ്ണിലെ അതെ. എന്തിന് ഷെയ്ഖ്? പിണറായിയെ സാറ് അല്പസമയം മുൻപ് സൂചിപ്പിച്ചത് പിണറായിക്കെതിരെ തിരിഞ്ഞ മാധ്യമങ്ങളുടെ അവസ്ഥയോ? അതെ, ആ മാധ്യമങ്ങൾക്ക് എന്തേ ഇവിടെ പത്രസ്വാതന്ത്ര്യത്തിൻ്റെയും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ കാര്യങ്ങളെക്കുറിച്ച് വലിയ വലിയ ഗിരിപ്രഭാഷണങ്ങൾ നടത്തുന്ന MA ബേബി എന്തു പറയുന്നു? മിണ്ടുന്നില്ലല്ലോ. അദ്ദേഹം ബീഹാറിൽ പോയി തേജസ്വി അതിനെ ചട്ടം കെട്ടുകയാണ്, നമുക്ക് മോദിയെ തോൽപ്പിക്കണം എന്നും പറഞ്ഞ് ചട്ടം കെട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നത്. കാരണം പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അദ്ദേഹത്തെ നാളെ പിണറായി ഇതുപോലെ അറസ്റ്റ് ചെയ്തെന്നിരിക്കും. അതാണ് കാര്യം. ഷാജൻ സ്കറിയയ്ക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ അച്യുതാനന്ദന് സംഭവിച്ച പോലെങ്കിലും സംഭവിക്കും. അതറിയാവുന്നതുകൊണ്ട് അദ്ദേഹം വിവേകശാലിയാണെന്ന് ഞാൻ പറയും. കാരണം വിവേകശാലി ആയതുകൊണ്ട് മിണ്ടാതിരിക്കുക. കാരണം അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് പിണറായി വിജയനെ മകളെയും MA ബേബി ഇപ്പോൾ പിന്തുണയ്ക്കുന്നത്. പിണറായി തന്നെ ഞെട്ടിക്കാണ്. ആണോ? അതെ അതെ. സ്വരലയമായിട്ട് അങ്ങ് പോകണമല്ലോ. സ്വരലയത്തിൻ്റെ ആളാണല്ലോ പുള്ളി. സ്വരലയമായിട്ട് അങ്ങ് പോവുക, സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. അല്ല, അങ്ങനെ പറയുമ്പോൾ ഈ പിന്തുണ കുറച്ച് കൂടുതലാണ്. പിണറായി പോലും താങ്കൾ കുറച്ച് കൂടുതലാണ്. കാരണം അല്ലാതെ നിൽക്കക്കള്ളിയില്ല ആ പാർട്ടിയിൽ നിന്നുള്ളത്. സർക്കാർ ജീവനക്കാർക്ക് പോലും നിലനിൽപ്പില്ല. ഈ ഘോഷയാത്രകളിലും വാർഷികാഘോഷങ്ങളിലും പങ്കെടുക്കാത്തവരൊക്കെ എല്ലാം ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരാൻ പോവുക. പങ്കെടുക്കാത്തവരെയൊക്കെ തിരിച്ചറിഞ്ഞ് നടപടി വരാൻ പോവുക. അത് രാജാധികാരം പോലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം. അങ്ങനെയാണ്. ഷെയ്ഖുമാരുടെ ഭരണം പോലുള്ളൊരു ഭരണമാണ് അദ്ദേഹം തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ കൊണ്ട് അതിനെ തടുക്കാൻ ശക്തിയില്ല. പവർലെസ്. ഇറ്റ് ഇസ് എ പവർലെസ് പാർട്ടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.